ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങള് അപ്പച്ചൻ്റെ പെങ്ങള് സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ആൻറ്റീനെ കാണാനായിട്ട് ഞങ്ങൾ അവരുടെ കോൺവെന്റിലേക്ക് പോകണം. അവര് പേരാമ്പ്ര എന്ന് പറയും, ചാലക്കുടി കഴിഞ്ഞിട്ട് പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. സിസ്റ്റർ ആൻറ്റി അവിടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോകണം. കാണാൻ പറ്റി നമുക്ക് കാണാം, ഇല്ലെങ്കിൽ വേറെ ദിവസം എന്തെങ്കിലും പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവർക്ക് കോൺവെന്റിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ ഉച്ചക്കാലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സമയത്തായിട്ടോ പോകുന്നത്. ഒരു 3:30 കഴിഞ്ഞ സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ഇനി പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടിയിൽ പെട്രോളും കൂടെ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം നമ്മളങ്ങനെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് യാത്ര തുടരും കേട്ടോ. ഇന്ന് കാലാവസ്ഥയ്ക്ക് എന്തായാലും നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, ആവശ്യം വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ശ്രമിച്ച നമ്മുടെ സ്വീറ്റ് പാർലറിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ആൻറ്റിയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ആൻറ്റിയുടെ കോൺവെന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആൻറ്റിയുടെ കോൺവെന്റ്. സിസ്റ്റർ ആൻറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സർപ്രൈസ് ആണ്. കാരണം ഞങ്ങൾ ഇന്ന് ചെല്ലുമെന്ന് പറഞ്ഞിട്ടില്ല, പറയാതെയാണ്, ഫോൺ വിളിക്കാതെയും അറിയിക്കാതെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സർപ്രൈസും കൂടെ ആൻറ്റിക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും ഞങ്ങൾ ആൻറ്റീനെയൊക്കെ കണ്ട് അതാ തിരിച്ചിറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങള് സിസ്റ്റർ ആൻറ്റീനെയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരു കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണേ. അപ്പോഴേക്കും എന്താ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടാകുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് നേരെ ചാലക്കുടിക്കാണ്. ചാലക്കുടിയിൽ അഞ്ജുന് 2 ദിവസം മുമ്പ് വാങ്ങിച്ച ഡ്രസ്സിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം അത് ഇത്തിരി സൈസ് ശരിയല്ല. അപ്പോൾ അത് സൈസൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെയിം കടയിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ സാറ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് അത് വാങ്ങിച്ചായിരുന്നു. അതിൽ പറഞ്ഞാൽ നമ്മളവിടുന്ന് കടയിൽ നിന്നൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ലായിരുന്നു ഡ്രസ്സ്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും അത് ഒന്ന് മാറ്റണം. മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കടയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തി. അപ്പോൾ അവർ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ തന്നു കേട്ടോ. ഇന്ന് അഞ്ചു ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഇതേ കടയിൽ നിന്ന് എടുത്തത്. അഞ്ചിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഡ്രസ്സ്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളങ്ങനെ അഞ്ജുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ മൂലൻസ് എന്ന് പറയുന്ന കടയിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഷോപ്പിംഗ്, അപ്പോൾ അതിനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ചാലക്കുടിയിലുള്ള മൂലൻസ് എന്ന് പറയുന്ന കടയുടെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ. ഞങ്ങൾക്ക് കിച്ചണിലേക്കുള്ള ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതായത് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, കുറച്ച് ഐറ്റംസൊക്കെ. അതുകൂടാതെ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ മിടുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മിടുവിന് ബർത്ത്ഡേക്ക് മിടു എന്ന് പറയുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് കുക്കർ കൊടുക്കാമെന്ന്, കുക്കർ അതുപോലെ കാസറോള് അത് രണ്ടും കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താ കുക്കർ ഓരോന്ന് നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറായിട്ട് നോക്കുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാസറോള് നോക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുണ്ടെങ്കിൽ മിടുവിന് വീട്ടിലേക്ക് അടുക്കളയിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആവുമല്ലോ. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്ന് UP നിന്ന് പോയിപ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഡ്രസ്സ് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുക്കറിൻ്റെയും കാസറോളിൻ്റെ ഒക്കെ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് തരാനായിട്ട്. അപ്പോൾ അവർ പേപ്പറൊക്കെ വെച്ച് നല്ലപോലെ പാക്ക് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ തൊട്ടടുത്തുള്ള ദഹിപൂരിയൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്, അതുപോലെ ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന തൊട്ടടുത്ത് തന്നെയുള്ള കട. ഞങ്ങളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞ് പാനിപ്പൂരിയൊക്കെ കഴിച്ചു, ചായ കുടിച്ചു, പിന്നെ അഞ്ജുന് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ചെറിയ സ്നാക്സ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. നല്ല ഇരുട്ടായിട്ടോ, 8:30 സമയം. ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചിതാ റൂമിലേക്ക് എത്തിയിട്ടോ. ഇതാണ് നമ്മൾ മിടുവിന് വാങ്ങിച്ചിരിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് നമ്മൾ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്യിപ്പിച്ചതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചൺ ഐറ്റംസ് എല്ലാം നമ്മൾ മൂലൻസിൻ്റെ കടയിൽ കയറി വാങ്ങിച്ച കിച്ചൺ ഐറ്റംസുകളൊക്കെയാണ് ഇതിനകത്തല്ല. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് നല്ല അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.